ഞാൻ ഇന്നിവിടെ പുട്ടും നാടൻ ബീഫ് കറിയും റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകം, ഉലുവ. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി പുട്ടുണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആവശ്യത്തിന് പുട്ടുപൊടി എടുക്കുക. ഉപ്പുവെള്ളം ചേർത്ത് ഈ ഒരു പാകത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് തേങ്ങ എടുക്കണേ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയാലോ. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. മൂടി വെച്ച് ഞങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായി ആവി വരുന്നുണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് പുട്ട് റെഡിയായി. ഇതിലേക്കൊരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ പൊളിയല്ലേ. നമുക്ക് പപ്പടം പൊരിച്ചാലോ. നമ്മുടെ നാടൻ ബീഫ് കറി ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കറി തൂമിക്കാനായി ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഇല ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് നമുക്ക് ഇട്ട് കൊടുത്ത് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നാടൻ ബീഫ് കറി റെഡിയായി. ചൂടുള്ള സോഫ്റ്റ് പുട്ടിലേക്ക് ചൂടുള്ള നാടൻ ബീഫ് കറി ഒഴിച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? സൂപ്പറാണ് കേട്ടോ. കൂടെ 2 പപ്പടവും ഒരു കട്ടൻ കാപ്പിയും ഉണ്ടെങ്കിൽ പൊളിയാണ്. ഇതുപോലെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടയെങ്കിലും നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ. സംഭവം പൊളിയാണേ.